നമ്മുടെ വീട് പണിയാന്നുള്ളല്ലേ. അപ്പം എൻ്റെ വീട് പണി നടക്കണം. അപ്പം അങ്ങനെ ഏറ്റവും നല്ലൊരു ടൈമിലാണ് ഞാനിവിടെ അമ്മയടുത്തേക്ക് പിന്നെയും വന്നിരിക്കുന്നത്. അപ്പം എല്ലാം അമ്മ നടത്തി തരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് എൻ്റെ മനുവിൻ്റെ പിറന്നാൾ കൂടിയാണ്, അതും ഒരു സന്തോഷം. ഇന്ന് മകൻ പറഞ്ഞ ആളാണ്. അപ്പം ഇന്നലെ ആയിരുന്നു നാളെ പിറന്നാൾ, ഇന്ന് മാർച്ച് 3 ഡേറ്റ് വെച്ചിട്ട്. അപ്പോൾ അതും ഒരു സന്തോഷം, ഇന്നൊരു വലിയൊരു സന്തോഷമുള്ള ദിവസമായിട്ട് കാണുന്നു. അതിന് ആനിയാണ് അതിന് കാരണം. കഴിഞ്ഞ വർഷം വിളിച്ച് പറ്റിയില്ല. ഇനി എന്തായാലും ഇനിയുള്ള വർഷങ്ങളിൽ അമ്മയുടെ അനുഗ്രഹം പോലെ എനിക്ക് ഇനി കണ്ടിന്യൂസ് എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്ന അത്രയും കാലം എനിക്കിവിടെ വന്ന് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കില്ല, അതും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീരട്ടെ എന്നും പ്രാർത്ഥിക്കും. വലിയ ആഗ്രഹമാണോ വീട്? വലിയ ആഗ്രഹമാണ് വീട്? എന്താ ചോദിക്കുന്നത്? അങ്ങനെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു നല്ലൊരു വീട്, നമ്മുടെ എന്താണ് ഒരു സ്വപ്നമല്ലേ അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ ചെറിയൊരു വീടാണെങ്കിലും അതൊരു ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ്. എന്തായാലും അതിങ്ങനെ ദൈവാനുഗ്രഹം പോലെ നടക്കുന്നുണ്ട്. അടുത്ത വർഷം ഏതായാലും വീട് പുതിയ വീട്ടിൽ നിന്നായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ആ ഒരു പൈസ വേറൊരു എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടില്ലേ? വീടിൻ്റെയോ? അല്ല, നമ്മൾ അത്രയും പൈസ മുടക്കി നമ്മൾ വീട് വയ്ക്കുമ്പോൾ പിന്നെ എവിടെ താമസിക്കുക? റെന്റിന് താമസിക്കാം. അതേപോലെ എനിക്ക് അതിൽ താല്പര്യമില്ല. എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് എന്തോ താല്പര്യം. ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, താമസം. പക്ഷെ എനിക്ക് സ്വന്തം ഒരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണോ? അതെനിക്ക് ആക്ച്വലി വീടുണ്ടായിരുന്നു. ഞാനൊരു ചേരലതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീട് പണിതുണ്ടായിരുന്നു. പക്ഷെ അത് പൊളിക്കേണ്ട വന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആഗ്രഹം സഫലീകരിച്ചതിന് ശേഷമാണെന്നാണല്ലോ സഫലീകരിച്ചതാണോ അതോ അതിന് മുൻപേ? അല്ല, ഞാൻ ഇപ്രാവശ്യം ആനി വിളിച്ചപ്പോൾ ഇങ്ങനെ വന്നു എന്ന് മാത്രം. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഇങ്ങനെ അമ്മയെ എടുത്ത് പറയാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണല്ലോ അതിനുശേഷമുള്ള ഒരു സബലീകരണം. എല്ലാം സബലീകരിച്ച് അടുത്ത വർഷം വരാം അമ്മയുടെ അടുത്ത് തീർച്ചയായിട്ടും കേട്ടോ. ശരി.